2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ എൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. പല ശബ്ദങ്ങളും ഉയർന്നു കേട്ടു. പുള്ളിക്ക് ഇപ്പം ശരിക്കുമുള്ള ഫീൽഡിൽ പുള്ളി ഇപ്പോഴാണ് എത്തിയത്. രാഷ്ട്രീയം അത് നിൽക്കാൻ എന്തുകൊണ്ട് 100% യോഗ്യനായിട്ടൊരു വ്യക്തിയാണ്. കാരണം ഡബിൾ സ്റ്റാൻഡാണല്ലോ പണ്ടേ. പുള്ളി കോൺഗ്രസ്സിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര മലമറിക്കും, ഇതുവരെയും വേദിയിൽ കിടന്ന് ഈ സ്വർണം കൊണ്ട് ഈ പണയം വയ്ക്ക് പിണറായി വിജയൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയാണ്. പിന്നെ ജനകീയ കോടതി കിടന്നങ്ങ് പുള്ളി അങ്ങോട്ട് മെഴുകി, വായ കൊണ്ട് മെഴുകി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം കൊണ്ട് അടിച്ചു. പുള്ളി ദുരിതാശ്വാസത്തിന് കുറ്റം പറഞ്ഞ് 2 ലക്ഷം അടിച്ചു. പിന്നെ പുള്ളി ഏതോ സിനിമയിൽ എന്തോ വേഷം ചെയ്തു, അതിനും കിടന്നിട്ട് പുള്ളി രണ്ടാമതും ആദ്യം പൊക്കി പറഞ്ഞു, പിന്നെ രണ്ടാമതും അവർക്ക് ഇത് തിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ അതേ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ BJP-കാരുടെയൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി വിമർശിച്ചത്. ഇപ്പോൾ ഇതേ നേരെ വന്നിട്ട് ചേർന്നേക്കുക 2020. ഒന്നു മക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം, പുള്ളിയിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ കൂറ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കണ്ട് നമ്മൾ പൊളുത്തണമായിരിക്കും നാളെ കിടന്ന പുള്ളി നമ്മളെ കുറ്റം പറയണേ. അങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കാറുന്ന അതിലൊന്നാമത്തെ ആളാണ് ഇയാൾ. ശരിക്കും പറഞ്ഞാൽ തൊപ്പിയുടെ കയ്യിൽ നിന്നാണ് പുള്ളിക്ക് ശരിക്കും കിട്ടിയത്. തൊപ്പി അടിച്ചിരുത്തി കളഞ്ഞു. അതിനുശേഷം പുള്ളി ഇപ്പോൾ പൊങ്ങി വന്നേക്കുക. അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ എല്ലാവരും അത് തന്നെ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയക്കാരും എങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡാണ്, പറയണ ഒന്ന് ചെയ്യുന്ന വേറൊന്നും. എന്തായാലും പുള്ളിക്ക് ഈ കാര്യത്തിൽ നല്ലൊരു ഭാവിയുണ്ട്.